അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓർക്കാപ്പുളി അച്ചാർ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഓർക്കാപ്പുളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ശർക്കര, അച്ചാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ എടുത്ത് അതൊന്ന് കത്തിച്ച് ചട്ടി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് കൊടുത്ത് കറിവേപ്പില ഒരുവിധം ആയതിനു ശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ഇട്ട് അതിൻ്റെ ഒരു മണം മാറിയതിന് ശേഷം നമ്മളെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കായപ്പൊടി ഇവയെല്ലാം ഇട്ട് നന്നായി ഇളക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ആവശ്യമായ സുർക്ക ഒഴിച്ച് അതൊരു ചാറാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് പാകമായ ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ എടുത്തു വെച്ച ശർക്കരയും ഇട്ട് കൊടുത്ത് കുറച്ച് അച്ചാർപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊരു തിളച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഓർക്കാപ്പുളി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് കടുക്, ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് പാകമായിട്ടുള്ള ഉപ്പും റെഡി ആയതിൻ്റെ ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്കവിടെ അടച്ചിടാം. ഇപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ